നിന്നോ, ഞാനേ പുല്ല് കൊണ്ടു കൊടുത്തിട്ട് വരാം. തുളസി കുഞ്ഞെ, പുല്ല്. നല്ല കടുപ്പത്തിലൊരു ചായ തന്നെ. എടി, കടുപ്പത്തിൽ ചായ ചീത്തയാ, വിശപ്പ് കെടും. കടുപ്പത്തിലാ ഇഷ്ടം. ആർക്ക്? അത് അത് ഒരാളിന്. ഇത് നിനക്ക്. എനിക്കൊന്നും വേണ്ട. വല്ലവരും കുടിച്ചതിന്റെ ബാക്കി. ഞാൻ വല്ലവരുമാണോ? അല്ലാതെ നിന്റെ സ്വന്തം. പിന്നെ സ്വന്തം. എന്താ പെണ്ണെ, പിടിച്ചില്ലേ? വീട്ടിലേക്ക് വരുവോ? എന്തിന്? വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. അയ്യോ, ഞാനില്ല. നിന്റെ അച്ഛനെങ്ങാനും കണ്ടാൽ അത് മതി. അച്ഛനവിടെ ഇല്ല, വൈകുന്നേരത്തെ വരൂ. എന്നാൽ അത് നേരത്തെ പറയണ്ടേ? വാ. ഇവനൊക്കെ കൂവാൻ കണ്ടൊരു സമയം. ഞാൻ വരട്ടെ. നീ എവിടെയാ മോളെ പോയത്? ഈ വീടും പൂട്ടിട്ടുണ്ട്. അച്ഛൻ എവിടെയാ പോകുന്നു? വൈകിട്ടേ വരൂ എന്നും പറഞ്ഞില്ലേ പോയത്, പിന്നെന്തിനാ ഇപ്പൊ വന്നേ? ആഹാ, അത് കൊള്ളാം. വൈകിട്ടേ വരൂ എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് നേരത്തെ വന്നൂടെ? എന്താ മോളെ, രാജപ്പനോട് ഇങ്ങോട്ടെങ്ങാനും വരാൻ പറഞ്ഞോ? രാജപ്പനോ? എന്തിനാ? ഞാൻ എന്തിനാ പറയുന്നേ? അത് ശരിയാ. എന്റെ മോൾ എന്തിനാ പറയുന്നേ? എന്റെ മോൾക്ക് രാജപ്പൻ എന്ന് പറയുന്ന ഒരാളിനെ അറിയും കൂടിയില്ല. പോച്ചാ. തുളസി കുഞ്ഞേ, തുളസി കുഞ്ഞേ. എന്താ മാളു? വിശേഷങ്ങൾ അറിഞ്ഞോ? എന്താ മാളു? ആ ദാമോദരനും കൂട്ടരും സാറിനെതിരായി ഒപ്പിടിവെക്കുന്നു. പള്ളിക്കുടത്തിൽ ചെന്ന് ഒന്നാം സാറിനെ കണ്ടെന്നും കേട്ടു. ഒരു ചോണക്കുട്ടനാ സാറ്. ദാമോദരന്റെ എട്ടുകളിയൊന്നും സാറിന്റെ അടുത്ത് നടക്കില്ല. ഇനി അടിപൊളി ഉണ്ടാവുമെന്നാ എന്റെ പേടി. ഇനി ഉണ്ടാവണമെന്നാ എന്റെ ആശ. അതെന്താ അടിപെണ്ണേ? ഇനി ഒരു അടിപിടി ഉണ്ടായാലേ ദാമോദരന്റെ നടു ഓടിഞ്ഞത് തന്നെ. നിന്റെ കല്യാണം അടിപെണ്ണേ ഉടനെ വേണമെന്നാ എന്റെ ആശ. പക്ഷേല് അച്ഛൻ പറയണു മുത്തിയുടെ തുള്ളൽ. ഈ മീനും വാങ്ങിച്ചു വെച്ചുകൊണ്ട് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുകയാണെന്നോ? എന്തിനാ ഇത്രയും മീന്? മീൻ കണ്ടപ്പോ വാങ്ങണമെന്ന് തോന്നി, വാങ്ങിച്ചു. എന്നാ നിനക്ക് ഇഷ്ടമാണെങ്കിൽ കറി വെച്ചിത്തിരി എനിക്കെന്താ? എങ്ങനെ കൊണ്ടുതരിക? അച്ഛനുണ്ട്. അതിനൊരു വഴിയുണ്ട്. നിന്റെ അച്ഛൻ ഉറങ്ങിയിട്ട് ഞാൻ രാത്രി വരാം. സൂക്ഷിച്ചു വരണേ, അച്ഛൻ കണ്ടാ കൊന്നോളെ. വരണേ. മാളു,
ആഹാ, നന്നായിരിക്കുന്നു. ഒളിച്ചും പതുങ്ങിയാണേലും നീ വെച്ചു വിളമ്പി തരുന്നത് തിന്നാൻ നല്ല രുചിയാ. അച്ഛൻ ഉറങ്ങിയോ? നല്ല ഉറക്കം. ആകാശം ഇടിഞ്ഞു വീണാ പോലും എണീക്കില്ല. എന്നും ഇങ്ങനെ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ബുദ്ധിയുടെ തുള്ളലിന് ഇനി എത്ര ദിവസം കഴിയണം? ഓ, അതിനു മുമ്പ് കല്യാണം കഴിച്ചാലെന്താ? നമ്മളല്ലേ കല്യാണം കഴിക്കുന്നത്, നിന്റെ അച്ഛനല്ലല്ലോ. വയസ്സാം കാലത്ത് അങ്ങേർക്കറിയാമോ നമ്മുടെ വിഷമത? വേഗം കൊണ്ടിട്ട് എഴുന്നേറ്റേ. ഇതാ കൈ കഴുകാൻ വെള്ളം. ആരാ മോളെ? ആരും ഇല്ലച്ചാ. എടാ രാജപ്പ, എന്തോ? നീ എന്തിനാടാ ഈ പുറം വഴിയെല്ലാം ചുറ്റിക്കറങ്ങുന്നത്? ഒരു കയറി വാ. മോളെ, രാജപ്പനോട് ചോറുണ്ടാ? എനിക്ക് നല്ല വിശപ്പില്ല. നീ അവിടെ ഇരിയടാ മോനെ. നല്ല ഒന്നാം തരം കരിമീൻ കറിയുണ്ട്, ഞാൻ പിടിച്ചതാ. മോളെ വേഗം കൊണ്ടുപോവാ. ആ, വേഗം കൊണ്ടുവാ. തുളസി, ഇരിക്കൂ സാർ. ചോറില്ലല്ലോ സാർ. ദാമോദരന്റെ വിലക്ക് അല്ലേ? 100 ദാമോദരന്മാർ വിലക്കിയാലും ഇവിടെ അരി വെച്ചാൽ സാറിന് ചോറുണ്ട്. ഇന്ന് വൈകിട്ട് അരി വെച്ചില്ല സാർ. എന്തു പറ്റി? റോഡ് പണിക്കാർക്ക് പറ്റുകൊടുത്തു, പണം കിട്ടിയില്ല. അരിക്കടയിൽ കുറെ കടമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ മടിച്ചു. പണം എന്റെ കയ്യിലുണ്ടല്ലോ. വേണ്ട സാർ, രാവിലെ അവരുടെ പറ്റ് തീർത്തു കിട്ടും. നല്ല കപ്പ പുഴുങ്ങിയതുണ്ട്, മീൻകറിയും. സാറിന് കപ്പ ഇഷ്ടമാണോ എന്തോ? ഇഷ്ടമാണോ എന്ന്? കപ്പയും മീനും പോലെ രുചിയുള്ള ആഹാരം വേറെയുണ്ട്. വേഗം പോയി കൊണ്ടുപോവാ. നല്ല കപ്പ പുട്ടുപോലിരിക്കുന്നു. മഴ പെയ്യുന്ന ലക്ഷണമുണ്ടല്ലോ. മതി. മഴ നിന്ന് പെയ്യുന്ന മട്ടാണല്ലോ. കുടയുണ്ടോ ഇവിടെ? ഇല്ലല്ലോ സാർ, ഒരു പഴയ കുട ഉണ്ടായിരുന്നു, അതിവിടെ നിൽക്കുന്ന ഇറക്കാൻ വീട്ടിൽ പോയപ്പോ എടുത്തോണ്ട് പോയി. അപ്പൊ പോകാൻ എന്താ ഒരു വഴി? സാറിന് വേണമെങ്കിൽ ഈ ബെഞ്ച് ചേർത്തിട്ട് തരാം. കിടന്നുറങ്ങി മഴ തോർന്നിട്ട് പോകാം. അതേ നടക്കത്തുള്ളൂ, അല്ലാതെ ഈ മഴയത്ത് ഇപ്പൊ എങ്ങനെ പോകാനാ? സാറ് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും സാറിൽ നിന്നത് പ്രതീക്ഷിച്ചില്ല. എന്നെ പറ്റി സാറിന് കിട്ടിയ ധാരണ വെച്ച് സാറിങ്ങനെ പെരുമാറി. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും അടുത്ത് പെരുമാറിയ പുരുഷൻ സാറാണ്. എന്നെ ഒരു സഹോദരിയായി മാത്രം കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചീത്തയാണെന്ന് എല്ലാവരും പറയുന്നു. അല്ലെന്ന് ഞാൻ വാദിക്കുന്നില്ല. കല്യാണം കഴിയാതെ കുട്ടിയുണ്ടായ സ്ത്രീ ചീത്തയല്ലേ? ക്ഷമിക്കൂ തുളസി, വികാരങ്ങൾ എന്നെ ബലഹീനാക്കി. ഒരു കാലത്ത്
വികാരങ്ങൾ എന്നെയും ബലഹീനയാക്കി സാർ. അതിന്റെ ഫലമാണ് ബിന്ദു. ആ കഥ സാറിന് അറിയണോ? സാറിന് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം. എങ്കിലേ സാറിന് എന്നെ പറ്റി കൂടുതൽ മനസ്സിലാകൂ. 6 വർഷങ്ങൾക്ക് മുൻപ് ഞാനിന്ന് കോളേജിൽ പഠിച്ചു. എന്ത് പറ്റി? ഫാൻ ബെൽറ്റ് പൊട്ടി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പുതിയ ഒരെണ്ണം വാങ്ങണം. 10-15 മൈൽ ദൂരം പോകണം വാങ്ങണമെങ്കിൽ. കുഴഞ്ഞോ? ഇനിയിപ്പോ ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യാൻ? എന്ത് പറ്റി? ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി. ഇതുവഴി ഇനി ബസ്സൊന്നും ഇല്ലല്ലോ. ഡ്രൈവർ കയറിക്കോളൂ. ഞാൻ പോകുന്ന വഴിക്ക് ടൗണിൽ ഇറക്കാം. വല്ല ലോറിയോ കാറോ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാമല്ലോ. എന്തായാലും അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അതാ അവിടെ ഒരു TV ഉണ്ട്, അവിടെ പോയി വിശ്രമിക്കാം. വരൂ. മുറി ഒന്നും ഒഴിവില്ല സാർ. ആകെ 2 മുറിയേ ഉള്ളൂ. ഒന്ന് ലൈസൻസ് എഞ്ചിനീയറാ, മറ്റേത് എന്റെ മോനും മരുമകളുവാ. ഇന്നലെ ആയിരുന്നു കല്യാണം. എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭാര്യയെ വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് പോകുന്നു. പുതുമോടിയല്ലേ, അല്പം ജാലിയായിരിക്കട്ടെ എന്ന് കരുതി. ഓ, അത് സാരമില്ല, ഞാൻ ആ മുറി ഒഴിച്ചു തരാം. അത് വേണ്ട കേശവപിള്ളേ, അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഓ, അത് സാരമില്ല, സാറ് വന്നാട്ടെ. വാ. വന്നാട്ടെ. ഇതാണ് സാറേ എന്റെ മോൻ. ഇത് മരുമോൾ. മോനെ, ഇതാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ള രവി സാർ. എനിക്ക് ജോലി കിട്ടിയത് തന്നെ ഈ സാറ് നിമിത്തം. മോനൊരു കാര്യം ചെയ്യും, ആ ഔട്ട് ഹൗസിൽ കിടന്നു സാറിന് ഈ മുറി കൊടുക്കാം. ശരി അച്ഛൻ. ഞാനും പോണു സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണേ. തുളസി ഇവിടെ കിടന്നുള്ളൂ, ഞാൻ വേണേ പുറത്താ. അത് വേണ്ട, സാറ് കിടന്നുള്ളൂ, ഞാനിവിടെ നിന്നോളാം. ഓ, അതെങ്ങനെ ശരിയാകും? ഒരു പെൺകുട്ടിയെ വെറുതെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? അത് സാരമില്ല, ഞാനിവിടെ വെറുതെ തന്നെ നിന്നോളാം. ആ, എന്നാ ഞാനും ഇവിടെ നിന്നോളാം വെറുതെ. കട്ടില് വെറുതെ കിടക്കുന്നു. ഇല്ലാത്ത മുറി കേശവപിള്ള ഉണ്ടാക്കി തന്ന 2 പേരും സുഖമായിട്ട് കിടന്നോട്ടെ എന്ന് വെച്ചു. ഒറ്റയ്ക്ക് പോയി സുഖമായിട്ട് കിടന്നു. ഒറ്റയ്ക്ക് എന്തൊരു സുഖമാ. ഓ, എന്തൊരു തണുപ്പ്, നല്ല തണുപ്പ്. തുളസിക്ക് തണുപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ആ